കഥയില്ലാത്തൊരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. കഥയാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. വളർത്തിയെടുക്കുന്നതും കഥയാണ്. അയാളുടെ പെരുമാറ്റങ്ങൾ, അയാളുടെ ജീവിതത്തിലെ മറ്റ് ഇടപെടലുകൾ. കാരണം കുഞ്ഞുനാൾ മുതലേ അവന് കിട്ടുന്ന ഈ അനുഭവങ്ങളാണ് ഒരു സാംസ്കാരിക മനസ്സ്, നന്മയുടെ ഒരു മനസ്സ് അവനുണ്ടാക്കി കൊടുക്കുന്നത് കഥകളാണ്. അപ്പോൾ കഥകൾ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഈ 3000 കൊല്ലം മുമ്പുണ്ടായ വെറും ഒരു നുണയാണ്. പൊന്മുട്ടയിടുന്ന താറാവ് ഒരു കാലത്തും ഒരു ലോകത്തിലും അങ്ങനെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് ഇല്ല, ഇനി ഉണ്ടാകാനും പോകുന്നത്. പക്ഷെ ആ കഥാപാത്രം ഇന്നും ജീവിക്കുകയാണ്. പൊന്മുട്ടയിടുന്ന താറാവായിട്ട് തന്നെ ഓരോ കുട്ടിയുടെയും മനസ്സിൽ ജീവിക്കും. കാരണം ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അതാണ്. കുഞ്ഞ് ആകർഷിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമാണ്. അവന് പറഞ്ഞു കൊടുക്കുന്നത് അതിലൂടെ വലിയൊരു സന്ദേശമാണ്. ഈ ഒരു ടെക്നിക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന മുത്തശ്ശിമാരെല്ലാം പഴയ കാലത്ത് തന്നെ പഴയ കഥകളിൽ ഒരിടത്തും ഈ പഴയ കഥകളുടെ ചൊൽക്കഥകളായാലും നാടോടി കഥകളായാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അതിൽ തിന്മ ജയിക്കുന്നില്ല, നന്മ ജയിക്കുന്ന കഥകളാണ്. കാലത്തിന് മാറ്റം വന്നെങ്കിലും കഥകൾ കേൾക്കാൻ കുട്ടികൾ തൽപരരായിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പല മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയും കയ്യിൽ കഥയില്ല എന്നതൊരു സത്യമാണ്.